വീണ്ടും വിഭജിക്കപ്പെടും. പാക് സൈന്യത്തിന് ഫസലുർ റഹ്മാന്റെ ഞെട്ടിക്കുന്ന മുന്നറിയിപ്പ്. അതായത് പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനമാണ് ജമാഅത്തെ ഉലമ ഇസ്ലാം ഫസൽ നേതാവ് കൂടിയായ മൗലാന ഫസലുർ റഹ്മാൻ ആകട്ടെ നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ സൈനിക ഇടപെടലുകളും ജനങ്ങളുടെ ആ ദുരിതങ്ങളും അത് തുടർന്നാൽ പാകിസ്ഥാന്റെ ഭൂപടത്തിൽ വീണ്ടും മാറ്റമുണ്ടാകുമെന്നും രാജ്യം മറ്റൊരു വിഭജനത്തിലേക്ക് നീങ്ങിയേക്കാമെന്നും മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, പെഷ്വാറിൽ നടന്ന JUIF കൺവെൻഷനിലാണ് പാക് രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന പരാമർശം നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുമ്പോൾ സൈനിക നേതൃത്വം നടത്തുന്ന ശക്തി പ്രകടനങ്ങളെയാണ് ഇദ്ദേഹം ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ സംരക്ഷിക്കുന്നത് തങ്ങളാണ് എന്ന് സൈന്യത്തിന്റെ അവകാശവാദങ്ങളെ പരിഹസിച്ച അദ്ദേഹമാകട്ടെ സൈന്യം ശക്തമാണ് എന്ന് അംഗീകരിക്കാം, എന്നാൽ ആ ശക്തി ജനങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കരുത് എന്ന സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിലും കടുത്തതായിരുന്നു 1971 ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിമർശനം. ഇന്ത്യ പാക് യുദ്ധത്തിൽ അവസാന ഘട്ടത്തിൽ പാകിസ്ഥാൻ സൈനിക നേതൃത്വം നടത്തിയ ശക്തമായ അവകാശവാദങ്ങൾ ചൂണ്ടിക്കാണിച്ച റഹ്മാൻ ആകട്ടെ പിന്നീട് കിഴക്കൻ പാകിസ്ഥാനിൽ വൻ സൈനിക കീഴടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയ ചരിത്രം ഓർമ്മിപ്പിച്ചു. വലിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മാത്രം രാജ്യം ശക്തമാകില്ല എന്ന രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് സൈനിക നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരമായി തന്നെ സൈനിക ശക്തിയെക്കുറിച്ച് വിളമ്പുന്നത് രാജ്യത്ത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഫസലുർ റഹ്മാന്റെ പ്രസ്താവനയുടെ രാഷ്ട്രീയ പ്രാധാന്യം ചെറുതല്ല. പാകിസ്ഥാനിൽ സൈന്യത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തെ തുറന്നു വിമർശിക്കുന്ന ശബ്ദങ്ങൾ അവിടെ ശക്തമാകുന്നതിനിടയിലാണ് രാജ്യത്തിന്റെ തന്നെ ഭാവിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള മുന്നറിയിപ്പുമായി പ്രമുഖ മതരാഷ്ട്രീയ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയായി തന്നെ തുടരുന്ന രക്തച്ചൊരിച്ചിലും ജനങ്ങളോടുള്ള ക്രൂരതയും വലിയ ദുരന്തങ്ങളിലേക്കാണ് രാജ്യത്തെ നയിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ രാജ്യത്തിന്റെ അഖണ്ഡതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജനങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരു ദുരിതങ്ങളും അതായത് ഇത്തരത്തിൽ ഈ ദുരിതങ്ങളൊന്നും തന്നെ ഭരണകൂട ഭീകരതയും അത് തുടർന്നാൽ പാകിസ്ഥാന്റെ ഭൂപടം തന്നെ മാറിമറിയുമെന്ന അവസ്ഥയുണ്ടാകുമെന്ന ഒരു വ്യക്തമായ സന്ദേശം കൂടിയാണ് ഫസലുർ റഹ്മാൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.